കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ബെഡിലേക്ക് എടുത്തുമ്പോഴും തന്നിലേക്ക് അവൻ അമർന്നു തുടങ്ങുമ്പോഴുമെല്ലാം ഭർത്താവാണെന്ന് സ്വയം 1000 തവണ അവൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് തന്നെ അവൻ അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തി. പീലിയുടെ കണ്ണുകൾ അടയുന്നു, വിരലുകൾ തന്റെ ഷർട്ടിൽ സുളിവുകൾ വീഴ്ത്തുന്നു. അവനൊരു നിർവൃതിയോടെ കണ്ടു. നുണയാതെ തൊട്ടുവെച്ചുള്ള ചുംബനത്തിൽ നിന്നും വേർപെട്ടു. ശരീരത്തിലുടനീളം അലഞ്ഞു തുടങ്ങിയ അവന്റെ മുഖവും കൈകളും. ഒരു ലൂപ്പിലകപ്പെട്ടു പോയതുപോലെയായിരുന്നു പീലി. ആദ്യമായി ശരീരം അറിയുന്ന വികാരങ്ങൾ. സ്വയം ഭ്രാന്ത് പിടിച്ചു പോകുന്ന പോലെയായിരുന്നു അവൾക്കും. അവനേകുന്ന അനുഭൂതിയിൽ തളർന്നു പോകുന്ന ശരീരം, ഉള്ളിൽ കത്തിപ്പടർന്നു തുടങ്ങിയ വികാരങ്ങൾ. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവന് മുന്നിൽ അവളുടെ ശരീരം വഴങ്ങി. കൈകൾ അവൻ്റെ പിൻതലയിൽ അമർന്നു. കണ്ണുകളടച്ച ആലസ്യത്തോടെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു. ഈശ്വറിന്റെ മുഖം ഒരു നിർവൃതിയോടെ അവളിൽ നിന്നകന്നു. നീ എത്ര സുന്ദരിയാണെന്നറിയോ വൈക. സ്വയം നിന്ദിച്ചുകൊണ്ടുള്ള ചിരിയായിരുന്നു അവളിൽ. ഇപ്പോഴയാൾ തന്റെ ശരീരം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് നിന്നെ. പക്ഷേ നീ തളർന്നു പോവും. ഒന്നറിഞ്ഞ വീണ്ടും വീണ്ടും അറിയാൻ എനിക്ക് തോന്നും. എന്നെ നീ അത്രയും തവണ താങ്ങില്ല. ഇങ്ങനെ പതിയെ ഈ ലെസൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒരു പുതപ്പെടുത്ത് വശ്യമായി ചിരിച്ചുകൊണ്ട് അവളെ മൂടി. ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് ലോണ്ടറി ബാഗിലേക്ക് ഇട്ടുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. ഡോറടയുന്ന ശബ്ദം കേട്ടതും ബെഡിലേക്ക് മുഖം അമർത്തി വെച്ച് കിതച്ചു പോയവൾ. മാം, നമ്മുടെ പ്രൊജക്ട് DM ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ എടുത്തു കാണിക്കുന്ന അവളുടെ ശരീരഭാഗങ്ങളിലായിരുന്നു. അവളുടെ ചുണ്ടിൽ പുച്ഛവും അഹങ്കാരവും ഒരുപോലെ നിറഞ്ഞു. ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യമുള്ളവളാണ്. മത്സ്യകന്യകയെ വെല്ലുന്ന ശരീര സൗന്ദര്യം. കറുപ്പും നീലയും കൂടിച്ചേർന്ന ആ മിഴികളുടെ വർണ്ണം ഏതെന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല. ശരീരത്തിന് ചേരുന്ന മേക്കപ്പിലും ആകർഷണം നിലനിർത്തുന്ന വസ്ത്രങ്ങളിലും അവളിൽ നിന്ന് ആർക്കും മിഴികൾ പറിച്ചു മാറ്റാൻ തോന്നില്ല. DM പറയുമ്പോൾ ആ കണ്ണുകളിൽ പകയുടെ അഗ്നി നിറഞ്ഞു. നീ കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ അപ്പയാ. നീ കൊന്ന് കടലിൽ താഴ്ത്തിയവരിൽ ഒരാൾ. വെറുതെ വിടില്ല നിന്നെ ഞാൻ. പകയോടെ മുരളുന്നവളെ ദയനീയമായി അയാൾ നോക്കി. 2 വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ് അവളുടെ. അത്ഭുതപ്പെടാനൊന്നുമില്ല അതിൽ. റഷ്യൻ ചാരസുന്ദരിമാരെ വെല്ലുന്ന അവളുടെ അങ്കരാവണം തന്നെയാണ് അതിൻ്റെ കാരണവും. വൈദേഹി. DM അവൾക്ക് മുമ്പിൽ മുട്ടുമടക്കുമെന്നുള്ള ധാരണയാണ്. അതിലൂടെ പ്രതികാരം ചെയ്യാനുള്ള മോഹം. CASലെ സയന്റിസ്റ്റുമാരിൽ ഒരാളായിരുന്ന പാലക്കാട് സ്വദേശിയായിരുന്നു സുബ്രഹ്മണ്യ അയ്യർ. അയാളുടെ ഏകമകളാണ് വൈദേഹി. സുബ്രഹ്മണ്യ അയ്യരെ DM എന്ത് ചെയ്തു എന്ന് ഇന്നോളം ആർക്കും അറിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു. അത് തേടിയിറങ്ങിയതാണ് അവൾ. കൊന്ന് കടലിൽ തള്ളിയതാണെന്നുള്ളതാണ് ആകെ കിട്ടിയ വിവരം. അത് സത്യമാണോ എന്ന് പോലും അറിയില്ല. അവളുടെ അപ്പയിലേക്ക് എത്തുവാൻ തുറന്നു കിട്ടിയ ഏക വഴിയാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ്. അവനെ തന്റെ ചൂണ്ടയിൽ കുരിക്കാനുള്ള ശ്രമം. ചൂണ്ടയിട്ട് സ്രാവിനെ പിടിക്കാൻ കഴിയുമെന്നുള്ള അവളുടെ മോഹം. കാത്തിരിക്കാം വിധി എന്താവുമെന്ന്. പുതപ്പിനുള്ളിലൂടെ അവൻ്റെ കൈകൾ അവളെ ഒന്നാകെ പുണർന്നു. അവളുടെ ഇളം ചൂടുള്ള ശരീരം. വല്ലാത്തൊരു നിർവൃതിയോടെ അവൻ കണ്ണുകൾ അടച്ചു. അവളുടെ ചുമലിലേക്ക് മുഖം അമർത്തിയൊന്ന് ചുണ്ടുകൾ ചേർത്തവൻ. ശരീരത്തിൻ്റെ ഓരോ അണുവും അവൻ്റെ സ്പർശനത്തിൽ ത്രസിച്ചുണരുന്നത് അവൾ അറിഞ്ഞു. അവനൊന്ന് തൊടുമ്പോഴേക്കും അവളിലെ പെണ്ണുണരുന്നില്ല അസ്വസ്ഥത. എന്തിലും അധികം പീലിക്ക് സഹിക്കാൻ കഴിയാത്തത് അതാണ്. അവളുടെ കഴുത്തിലും ചുമലിലുമൊക്കെ അവൻ്റെ മുഖം തിന്നിയൊഴുകി നടന്നു. ഒടുക്കം കഴുത്തിനിടയിലായി വിശ്രമം കൊള്ളുമ്പോൾ ഇത്രയും നാൾ അനുഭവിച്ചറിയാത്ത ലഹരിയായിരുന്നു അവനിൽ. ഹോൾഡ് മീ ടൈറ്റ്ലി. ആലസ്യത്തോടെ അവൻ പറയുമ്പോൾ പീലിയുടെ കൈകൾ അറിയാതെ അവനെ പുണർന്നു. ഈശ്വരിൽ ആ നിമിഷം വല്ലാത്തൊരു ചിരിയാണ്. ആഗ്രഹിച്ചത് അത്രയും അവളിൽ നിന്ന് എതിർപ്പുകളില്ലാതെ ലഭിക്കുന്ന സന്തോഷം. പതിയെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവളിൽ അവൻ്റെ കൈകൾ മുറുകി തന്നെ ഇരുന്നു. പീലിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ്. വിൻഡോയിലൂടെ കാണുന്ന കടലിലേക്ക് നോട്ടമെയ്ത് കിടന്നവൾ. ഒന്നാകെ ചുറ്റുവരിഞ്ഞ് കിടക്കുന്നവൻ. കഴുത്തിൽ തട്ടി അകന്നു പോകുന്ന അവൻ്റെ നിശ്വാസം. ഇരയെ കീഴ്പ്പെടുത്തിയ സിംഹത്തിൻ്റെ ശാന്തത പോലെയാണ് അവൻ്റെ ഉറക്കത്തെ പോലെ അവൾക്ക് തോന്നിയത്. മനുഷ്യനെന്ന് ഒരിക്കലും വിളിക്കാനാവില്ല. മനുഷ്യൻ്റെ യാതൊരു വികാരങ്ങളും അയാളിൽ കണ്ടിട്ടുമില്ല. മൃഗങ്ങൾക്ക് അതിൻ്റെ ഇണയോട് പ്രണയം തോന്നാറില്ലല്ലോ, അതുപോലെയാണ് അവനും. ഒരു നോട്ടത്തിൽ പോലും തന്നോടുള്ള മോഹം ആ കണ്ണിൽ കാണാം. ഓരോന്ന് ഓർത്തുകൊണ്ട് തന്നെ പീലി അങ്ങനെ കിടന്നു. ഇത് വേണോ മാം? DMൻഷിൽ കയറി പറ്റുക എന്ന വലിയൊരു പ്രോസസ്സാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിയ അതിന് ചുറ്റുമുള്ള കടലിൽ തന്നെ കൊന്നു താഴ്ത്തും അവൻ്റെ ഗാർഡ്സ്. വൈദേഹിയുടെ പിയെയും അച്ഛൻ്റെ ഉറ്റ സുഹൃത്തുമായ രാഘവ് മേത്തയുടെ വാക്കുകളാണ്. പുച്ഛം നിറഞ്ഞ ചിരിയോട് അവൾ ആ വാക്കുകൾ പോലും തള്ളിക്കളഞ്ഞു. ഒരാണിനെ തകർക്കാൻ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അറിയാമോ മേത്ത? വശ്യമായ പുഞ്ചിരിയാണ് അവളിൽ. പെണ്ണ് അല്ലെങ്കിൽ പ്രണയം. ഒരു പ്രണയത്തിന് ഏത് അസുരനെ പോലും മുട്ടുമുടക്കാനുള്ള കഴിവുണ്ട്. ആ ആയുധമാണ് അവന് നേരെ ഞാനും തൊടുത്തിവിടാൻ പോകുന്നത്. അതിനയാൾ ഒരു അസുരനല്ല മാം. ഹീസ് ആൻ അനിമൽ.
എങ്കിലെന്റെ ജോലി എളുപ്പമാണ് മേത്ത. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു മൃഗമാക്കി അവനെ മാറ്റും. കേട്ടിട്ടില്ലേ താൻ? മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. പറയുന്നതിനൊപ്പം ബെഡിലായി എടുത്തു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞു. എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടി വേണം. ഒരു നാടൻ പെൺകുട്ടിയുടെ മേക്ക് ഓവറാണ് എനിക്ക് വേണ്ടത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം. ഓക്കെ മാം, പക്ഷെ ഇപ്പോഴും മനസ്സിലാവാത്ത ഒന്നുണ്ട്. DMHലെ സ്ത്രീകളെ ജോലിക്കായി നിയമിക്കാനുള്ള കാരണം ഗാർഡ്സ് മുതൽ മെയ്ഡ്സ് വരെയും ജെൻസാണ് അവിടെയുള്ള വർക്കേഴ്സ്. പിന്നെ ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടാ ഇതുപോലൊരു അപ്ഡേഷൻ എല്ലാം? കാര്യം എന്തോ ആയിക്കോട്ടെ മേത്ത, നമ്മുടെ റൂട്ട് കുറച്ചുകൂടി എളുപ്പമായെന്ന് കരുതാം. ആ പ്രൊജക്റ്റ് വഴി DMന്റെ PA സേവിയറിനെ പോലും നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ സാക്ഷാൽ DMനെ തന്നെ നേരിട്ട് കാണാമല്ലോ. വല്ലാത്തൊരു ചിരിയോട് അവൾ പറയുമ്പോൾ മേത്തയുടെ നോട്ടം മുഴുവൻ അവളുടെ മുഖത്ത് ആത്മവിശ്വാസത്തിലേക്കായിരുന്നു. എല്ലാ ആണുങ്ങളെയും പോലെ തന്നെയാണ് DMനെ അവൾ വിലയിരുത്തുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഒരു ജോലിക്കാരുടെ വേഷം അണിഞ്ഞൊരു സിംഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാൻ മുതിരുന്നത്. ആദ്യമായി ഒരു മദ്യത്തിന്റെയും സഹായമില്ലാതെ പൂർണ്ണമായൊരു ഉറക്കം കിട്ടിയ നിർവൃതിയോടെയായിരുന്നു ഈശ്വർ കണ്ണു തുറന്ന് മൃദുലമായ അവളുടെ ഉടലിൽ നിന്നും മെല്ലിയൊന്ന് മുഖമുയർത്ത് നോക്കിയവൻ. താൻ കിടന്ന ഭാഗം അത്രയും ചുവന്നു കിടക്കുന്നു. വെളുപ്പിനൊപ്പം ഓറഞ്ച് കൂടി കലർന്നിട്ട് നിറമാണ് അവൾക്ക്. അതുപോലെ പേരറിയാത്തൊരു പൂവിന്റെ സുഗന്ധവും. അത് തന്റെ ആത്മാവിനെ പോലും മത്തുപിടിപ്പിച്ചുണർത്തുന്ന അവൻ അറിഞ്ഞു. കടിച്ച് കൊടയട്ടടി നിന്നെയാൻ. പാതി കൂമ്പിയടഞ്ഞ മിഴികളും അല്പം വിടർന്ന അധരങ്ങളും എല്ലാം കാണെ അറിയാതെ മുരണ്ടുപോയവൻ. ശരിക്കും അവളോട് മാത്രം ഉടലെടുക്കുന്ന തീവ്രമായ വികാരങ്ങളുടെ പൊരുളെന്താണെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അതിനെ അവൻ ഭ്രാന്തമായി തന്നെ അടക്കി പിടിക്കാൻ ശ്രമിച്ചു. പീലിയൊന്നും അറിയാത്തൊരു ഉറക്കത്തിലാണ് അപ്പോഴും. അവളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കാതെ അവൻ ആ പെണ്ണിലേക്ക് തന്നെ വീണ്ടും അമർന്നു കിടന്നു. വല്ലാത്തൊരു മടുപ്പോടെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് പീലി. ഒന്നും ചെയ്യാനില്ല. കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയും തറവാട്ടിലെ അച്ഛനും അമ്മയും ഏട്ടനും ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങളാണ് ഉള്ളിൽ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ചില ഓർമ്മകൾ. 1 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പഴയ പീലിയാവാൻ തനിക്ക് ഒരിക്കലും ഇനി കഴിയില്ല. മാം, എക്സ്ക്യൂസ് മീ. ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് അലസമായി ഇരിക്കുമ്പോഴാണ് വാതിൽ തട്ടിയുള്ള ജൂലിയുടെ വിളി വരുന്നത്. കയ്യിലൊരു ഫോണുമായി കയറി വരുന്നവളെ കാണെ പീലിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അവൾ ജൂലിക്കരികിലേക്ക് ചെന്നു. സാറ് തരാൻ പറഞ്ഞു. കയ്യിലേക്ക് ഫോൺ വെച്ച് തരുന്നതിനൊപ്പം തന്നെ ജൂലി പറഞ്ഞു, ഇന്നലെ താൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്ന് മുത്തശ്ശിയെ വിളിച്ച് താൻ സുരക്ഷിതയാണെന്ന് അറിയിക്കണമെന്ന് മാത്രം. ഇത്ര വേഗം ആ ആഗ്രഹം സാധിച്ചിരുമെന്ന് കരുതിയതല്ല. പീലി ഓർത്തുകൊണ്ട് തന്നെ ഭാസ്കരൻ മാമയുടെ നമ്പർ ഫോണിലേക്ക് ഡയൽ ചെയ്ത് കാതിലേക്ക് വെച്ചു. അത് കണ്ടത് അവൾക്കൊരു പ്രൈവസി നൽകിക്കൊണ്ട് ജൂലിയും വാതിലടച്ച് പുറത്തേക്ക് പോയി. ഹലോ. അപ്പുറം കോള് കണക്ട് ആയതും എന്ത് പറഞ്ഞെന്നറിയാതെയായി പീലിക്ക്. ദിവസങ്ങൾക്ക് ശേഷം അമ്മാവന്റെ ശബ്ദമെങ്കിലും കേട്ടല്ലോ എന്നുള്ള സന്തോഷം. മാമ, ഞാൻ പീലിയാ. മോളെ, നീ ഇതെവിടെയാ കുട്ടി? എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്? അമ്മ ആകെ വിഷമിച്ചിരിക്കുക. എവിടെയാ എന്താണെന്നൊന്നും അറിയാതെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ ഞങ്ങള്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ ജോലി ചെയ്യുന്നൊരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി ശരിയായി. പറയുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ഇന്നോളം ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇതല്ലാതെ മറ്റു നിവൃത്തിയുമില്ല. വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റിയോ മോളെ? അമ്മാവൻ വീണ്ടും ചോദിച്ചതും ഉണ്ടായതിൽ ചിലതൊക്കെ പീലി പറഞ്ഞു. വിഷ്ണു ജയിലിലാണെന്ന് കേട്ടതും ഭാസ്കരമാവ വല്ലാതെ ഭയന്നു. ഒരുവിധമാണ് അവൾ അയാളെ സമാധാനിപ്പിച്ച്. അമ്മാവ് തന്നെ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വിളിക്കാം. കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യാത്ത പോലെ അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിച്ചു. അടുത്ത നിമിഷം മുഖമമർത്തി കരഞ്ഞു പോയവൾ സങ്കടം കൊണ്ട് ഉള്ളം വിങ്ങിപ്പോകുന്ന പോലെ. മുന്നിൽ വന്നു നിൽക്കുന്ന വലിയ രൂപത്തെ കണ്ടെങ്കിലും അവനെ ഒന്ന് നോക്കാൻ പോലും അവൾ ആ നിമിഷം ആഗ്രഹിച്ചില്ല. ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുയർത്തി ഈശ്വർ. കണ്ണുനീരിൽ കുതിർന്ന അവളുടെ മുഖത്തേക്ക് വന്യമായ ഒരു ചിരിയോടെ നോക്കി. എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചു വൈക. വല്ലാത്തൊരു ശാന്തത അവൾ ആ കണ്ണിൽ കണ്ടു. ആരെയും ഭയപ്പെടുത്തുന്ന ചിരി. എന്നെക്കുറിച്ച് മാത്രമായിരിക്കണം നിന്റെ ചിന്തകൾ പോലും എന്ന് പറഞ്ഞിട്ട് നീ അത് തെറ്റിച്ചു. ശിക്ഷ വേണ്ടത് നിനക്ക്. പറയുന്നതിനൊപ്പം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. പീലി തുടികൊട്ടുന്ന ഒരു മനസ്സോടെ അവനെ നോക്കി. മുസ്തഫ, വിഷ്ണുവിന് ഇന്ന് മുഴുവൻ കുടിക്കാനൊരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ അവൻ കട്ട് ചെയ്തു. അത്രയും ദേഷ്യവും വിഷമവും കലർന്നൊരു ഭാവത്തിൽ അവളവനെ നോക്കി. എന്തിനാ എന്നോട് ഇങ്ങനെ? എന്ത് തെറ്റാ ഞാനും ഏട്ടനും തന്നോട് ചെയ്ത്? താൻ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന പാവയല്ല ഞാൻ. എനിക്കൊരു മനസ്സുണ്ട്. അവിടെ സ്ഥാനം എൻ്റെ പ്രിയപ്പെട്ടവർക്കാ. തനിക്ക് വേണ്ട എൻ്റെ ശരീരം മാത്രമല്ലേ? അത് താൻ എടുക്കുന്നില്ലേ? തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കിടന്നിരുന്നില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ? സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കലർന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞു പോയവൾ. കൊന്നേക്കെന്നെ, എന്നിട്ട് എൻ്റെ ഏട്ടനെയും കൊല്ലും, എന്നിട്ട് ആ മൃഗത്തിനൊപ്പം ചെന്നിരുന്ന് തിന്ന്. പറഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം മുഖമടച്ച് കിട്ടിയ ഒരടിയിൽ നിലത്തേക്ക് തന്നെ വീണുപോയവൾ. കവിളന്നാകെ മരവിച്ച പോലെ ഒരു അവസ്ഥയിലായിരുന്നു പീലി. കണ്ണുകൾ അപ്പോഴും തോരാതെ പെയ്തു. ദേഷ്യത്തിലും സങ്കടത്തിലും വിളിച്ചു പറഞ്ഞു പോയത് എന്തൊക്കെയാണെന്ന് അവൾ ഓർക്കുന്ന പോലെ അപ്പോഴാണ്.
ഏട്ടനെ പട്ടിണിക്കിടുന്നു എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളിൽ. പറഞ്ഞു നീ എങ്ങോട്ടാടി പോകുന്നേ? മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചതും വേദനയോടെ അവൾ അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. കവിളിലൊന്നാകെ അവന്റെ വിരൽപ്പാടുകൾ പതിഞ്ഞു ചുവന്ന് കിടന്നു. ഏതവസ്ഥയിൽ ആരുടെ കീഴിലാണ് കിടക്കുന്നതെന്ന് മറക്കരുത്. എൻ്റെ ഭാര്യയാണ് നീ. നിന്റെ മനസ്സും ശരീരം ഒരുപോലെ അവകാശപ്പെട്ടവനാണ് ഞാൻ. ഇനി അതല്ല എന്നാണെങ്കിൽ ഇത് പൊട്ടിച്ചെറിഞ്ഞിട്ട് നിന്നെ എൻ്റെ കൂടെ കിടത്തും ഞാൻ. അപ്പ പറയുന്ന പേര് മറ്റൊന്നായിരിക്കും. നിനക്കത് ഓക്കെ ആണെങ്കിൽ. പുച്ഛത്തോടെ പറയുന്നതിനൊപ്പം അവന്റെ കൈകൾ അവളുടെ കഴുത്തിലെ ചെയിനിൽ മുറുകി. ഭയത്തോടെ അവൾ ആ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കി. ഒരിറ്റ് ദയ പോലും ഇല്ല അവിടെ. തീർത്തും ക്രൂരമായ ഭാവം. എന്തിനാ എന്നോട് ഇങ്ങനെ? കേഴുന്ന പോലെയായിരുന്നു ആ ചോദ്യം. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോകുന്നു. ഇനിയും ഒന്നിനും വയ്യാത്തതുപോലെ. എനിക്ക് നിന്നെ വേണം വൈക. നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ ഈശ്വരന് സ്വന്തമാവണം. അത്രയും ഉറപ്പും തീവ്രമായിരുന്നു ആ വാക്കുകൾ. അവനോട് ഇനി എന്തു പറയാനാണെന്ന പോലെ പീലി അവനെ ഉറ്റുനോക്കി. പറയാൻ വാക്കുകളൊന്നും കിട്ടാത്ത അവസ്ഥ. അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥ. വിലയിട്ട് വാങ്ങിയ ശരീരത്തിന്റെ മനസ്സും വേണമെന്ന് വാശി പിടിക്കുന്നതിന്റെ അർത്ഥം മാത്രം പീലിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ എന്നെ നിങ്ങൾക്ക് എന്തിനാ സർ? കവിളും കണ്ണും ഒരുപോലെ നീറിപ്പുകയുമ്പോഴും അറിയാതെ അവൾ ആ ചോദ്യം ചോദിച്ചു പോയിരുന്നു. യൂസ് ആൻഡ് ത്രോ. കണ്ണിലേക്ക് ഉറ്റുനോയിക്കൊണ്ടുള്ള മറുപടിയിൽ പീലിയിൽ ഒരു ചിരി വിരിഞ്ഞു. അത്രയേ ഞാനും പറഞ്ഞിട്ടുള്ളൂ സർ. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന വസ്തുവിന് മനസ്സുണ്ടാവില്ല സർ. പിന്നെ ഉപയോഗിച്ചെറിയാനുള്ളൊരു വസ്തുവല്ല ഭാര്യ. ഈശ്വർ ഒന്നും മിണ്ടാതെ അവിടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. കരഞ്ഞു ചുവന്ന ആ കണ്ണുകൾ പോലും അവനെ മോഹിപ്പിച്ചു. എനിക്കതൊന്നും അറിയില്ല, അറിയാനും താല്പര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞെന്തോ അതെനിക്ക് സ്വന്തമായിരിക്കണം. വിരലുകൾ പതിഞ്ഞ കവിളിൽ അവന്റെ ചുണ്ടുകളും അമർന്നു. കണ്ണുകൾ ഇറുക്കിയാട് ശരി വലിച്ചു പോയോ. ഇനി നിനക്ക് മരിക്കണമെന്നാണെങ്കിൽ പോലും എൻ്റെ അനുവാദം വേണം വൈക. ആ വാക്കുകൾ പോലും നീ ഇനി ആവർത്തിക്കരുത്. താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ ഒന്നാകെ അവളെ പിടിച്ചുയർത്തി. പെട്ടെന്നായതും പീലിയൊന്ന് ഭയന്നുപോയി. എൻ്റെ ഏട്ടൻ പറയാമെന്ന് അത്രയും അവന്റെ നോട്ടത്തിൽ വിഴുങ്ങിപ്പോയി പീലി. 364 days. ഇനി നീ മറ്റൊന്നും ചിന്തിക്കരുത്. നിന്റെ ഏട്ടന് കുഴപ്പമുണ്ടാക്കുന്ന അത്രയും നീയാ. നിന്റെ പ്രവൃത്തികളാ, അതുപോലെ തന്നെ നിന്റെ ചിന്തകളും. പറയുന്നതിനൊപ്പം അവളുമായി ബെഡിലേക്ക് അമർന്നവൻ. ഇനി ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല, സത്യം. ഏട്ടന് വൈകക്ക് അത്രയും ഇഷ്ടമാണോ ഏട്ടനെ? ചോദിക്കുമ്പോൾ ഈശ്വരന്റെ മുഖം ശാന്തമായിരുന്നെങ്കിലും ഉള്ളം അവളോടുള്ള സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞു. എനിക്ക് വേറെ ആരാ ഉള്ളത് സർ? അച്ഛനും അമ്മയും പോയി. ഏട്ടനേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഏട്ടൻ ജീവിക്കുന്ന പോലും. സാറിൻ്റെ അടുത്തേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്തല്ല എനിക്ക് വേണ്ടിയാ. ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാതെല്ലാം അനുഭവിക്കുന്നു എനിക്ക് വേണ്ടി മാത്രം. പറയാൻ വേദന കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും ഏട്ടനെ കുറിച്ച് പറയുമ്പോഴുള്ള സന്തോഷം, ഇഷ്ടം, ബഹുമാനമൊക്കെയും അവളിൽ നിറഞ്ഞു. അതവന് മനസ്സിലാവുകയും ചെയ്തു. ആദ്യമായി കാണുകയാണ് അവൻ ഇങ്ങനെയൊരു പെണ്ണിനെ, സഹോദരിയെ. അവനറിയുന്ന കൂടപ്പിറപ്പിന്റെ രൂപത്തിന് തന്നെ വെറുപ്പോടെ നോക്കുന്ന മുഖമാണ്. പക്ഷെ അതൊന്നും അവനെ ഒരിക്കൽ പോലും ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം ബന്ധങ്ങളൊക്കെ അവന് കെട്ടുകഥകൾ മാത്രമാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പീലി അവന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. നേരിയ ഭാവമാറ്റം പോലുമില്ലെന്ന് കണ്ടതും ആശ്വാസത്തോടെ നിശ്വസിച്ചു പീലി. അടുത്ത നിമിഷം പീലിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നു. ഹോൾഡ് മീ വൈക. എന്ത് ചെയ്യണമെന്നറിയാതെ 2 സെക്കൻഡ് സ്റ്റെക്കായി നിന്ന് പോയെങ്കിലും അടുത്ത നിമിഷം ഇരുകൈകൾ കൊണ്ടും അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ആ നിമിഷമുള്ളിൽ തോന്നിയ നിർവൃതിയുടെ പേരെന്താണെന്ന് അവന് അറിയുന്നുണ്ടായിരുന്നില്ല. കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു ഈശ്വർ. പീലി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് മാൻഷൻ കവാട അവൾക്ക് മുമ്പിൽ തുറക്കുമ്പോൾ ഞെട്ടലോടെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. വലിയൊരു കൊട്ടാരമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി. 1001 രാവുകളിൽ വായിച്ച പോലൊരു കൊട്ടാരം. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തൊരു സൗഹൃദം. വൈദേഹിക്കൊപ്പം 9ഓളം ജോലിക്കാർ വേറെയുമുണ്ട്. എല്ലാവരുടെ കണ്ണിൽ അത്ഭുതം തന്നെയാണ്. വന്ന ലക്ഷ്യം പോലും മറന്നുകൊണ്ട് അവൾ മുന്നിലെ വിസ്മയ കാഴ്ചകളിൽ മുഴുകി. ജോലിക്ക് വരുന്നവരൊക്കെ മലയാളികൾ തന്നെ ആയിരിക്കണമെന്നുള്ള നിർബന്ധമുണ്ട്. ഈശ്വർ അവന്റെ പ്രിയ പത്നിക്ക് വേണ്ടി നിയമിച്ച സേവകരാണ് അവരൊക്കെയും. താഴെയുള്ള മീറ്റിംഗ് ഹാളിലായി 10 പേരും തലവനിച്ച് നിന്നു. ജൂലിയാണ് അവരെ ഗൈഡ് ചെയ്യാൻ എത്തിയത്. ജൂലിയെ കണ്ടതും പുച്ഛത്തോടൊന്ന് ചുണ്ടുകൂട്ടി വൈദേഹി. അതുപോലെ അമർഷ അവളിൽ നിറഞ്ഞു. തന്റെ മുമ്പിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരുവൾ തന്നെ നിയന്ത്രിക്കുന്നതെന്ന് തന്നെയായിരുന്നു അതിന്റെ കാരണവും. നിങ്ങളുടെ എല്ലാം ഡ്യൂട്ടി പറഞ്ഞുതരാൻ വേണ്ടിയാ എന്നെ ചുമതലപ്പെടുത്തിയത്. അതിനുമ്പ് ഇവിടുത്തെ റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ജൂലി ഒരു ആമുഖം പോലെ പറഞ്ഞതും എല്ലാവരും ശ്രദ്ധയോടെ അവളെ നോക്കി. DM-ന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ നിങ്ങളിവിടെ നിയമിച്ചിരിക്കുന്നത്. ജൂലി പറഞ്ഞിരുത്തിയതും വൈദേഹി ഒരു ഞെട്ടലോടെ അവളെ നോക്കി. DM-നെ കുറിച്ച് അറിഞ്ഞ വിവരങ്ങളിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടില്ല. മാം മലയാളിയാ, അതുകൊണ്ടാണ് മലയാളികൾ തന്നെ ജോലിക്ക് വേണമെന്ന് കണ്ടീഷൻ വെച്ചത്. ജൂലി പിന്നീട് പറഞ്ഞൊന്നും വൈദേഹി കേട്ടില്ല. തുടക്കം തന്നെ പാളിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.